എല്ലാവർക്കും മാജിക്കൽ വിസ്ഡമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുറച്ച് ബ്ലൂ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. നമുക്കിത് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വാൾ പെയിൻറ് എടുത്തതാണ്. ഇനി നമുക്കൊരു സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 3 കോട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ ഒരു മോൾഡിറ്റാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ 2 പാക്കറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. കുറച്ച് പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുക്കണം, നമുക്ക് സൈക്കിളിൻ്റെ ഹാൻഡിലിന് വേണ്ടിയിട്ട്. ഇനി ഇതിനെ ഒന്ന് നീളത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഹാൻഡിലിൻ്റെ ആ ഷേപ്പിൽ വളച്ച് വെക്കുക. ഇത് നമ്മൾ കപ്പ് കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കവറാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാവും. നമ്മളത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈക്കിളിൻ്റെ ബാക്കി പോർഷനും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ടയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ടയറിൻ്റെ മുകളിൽ കുറച്ച് ടയറിന് ഇംപ്രഷൻസ് കൊടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലക്കറാണ്. അതുകൊണ്ട് നമുക്ക് ഇംപ്രഷൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൈക്കിളിൻ്റെ ടയറിൻ്റെ മുകളിൽ ഒരു മഡ് ഗാർഡ് വേണം അല്ലേ? നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ പെയിൻറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക, അതിന് മുകളിലേക്ക് വെക്കുക. അപ്പം നമ്മൾ അതൊന്ന് കേർവായിട്ട് വരും. അപ്പം അങ്ങനെ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ 2 ചെറിയ പീസ് എടുത്ത് ഹാൻഡിലിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒരു ചെറിയ ബെല്ല് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിൽ കുറച്ച് റോസാപ്പൂക്കൾ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു പോർഷൻ ക്ലേ എടുക്കുക. അതിനെ ഒന്ന് ക്യാപ്സ്യൂൾ പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കണം. അതായത് കൈകൊണ്ട് തന്നെ പരത്തി നിവർത്തിയെടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് ചുരുട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ റോസാപ്പൂ റെഡിയായി. നമ്മളങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിമണി പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇല പോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സൈക്കിളിന് അടിച്ചു കൊടുക്കാം. ഈ ബാക്കി വന്ന ഈ കളർ നമുക്ക് നമ്മുടെ പാലറ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. നമ്മുടെ ഫ്ലവേഴ്സിന് നമുക്ക് റെഡ് കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ നമ്മൾ 3 കോട്ട് പെയിൻ്റ് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തെർമോക്കോളിൻ്റെ പീസ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാസ്ക്കറ്റിന് വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവർ വെയർ ആണ്. നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്. അതിൽ നമുക്ക് നമ്മുടെ ടയറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഫ്ലവേഴ്സ് എല്ലാം തെർമോക്കോളിലേക്ക് എത്തിക്കാം. നമുക്ക് ഗ്ലൂ ഗണ്ണിന് പകരം ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് താമസം ഉണ്ടാവും ഒട്ടാൻ, അത് മാത്രമേ കുഴപ്പമുള്ളൂ. ഇപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും, അതിനാണ് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചത്. ഇനി എല്ലാ പാർട്സും ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തെർമോക്കോളിൻ്റെ വൈറ്റ് പോർഷനിലെല്ലാം നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കുറച്ച് പുല്ലുകൾ വരച്ചു കൊടുക്കാം. അതിനായിട്ട് യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് താഴത്തുനിന്ന് മുകളിലേക്ക് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. ഇനി ഡാർക്ക് ഗ്രീനും കൂടെ കൊടുക്കാം. അടുത്തത് നമുക്ക് ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് കുറച്ച് തണ്ടുകൾ വരച്ചു കൊടുക്കാം. ഇനി ഒരു ഇയർബഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ പഞ്ഞൊക്കെ ഒന്ന് കളയുക. ഒരു ലേശം പഞ്ഞ് മാത്രം അകത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാക്കി എടുക്കണം. ഇനി അത് കളറിൽ മുക്കി നമ്മുടെ തണ്ടിലേക്ക് കുത്തി കൊടുക്കാം. ഇവിടെ ഒരു പിങ്ക് കളറാണ് ഫ്ലവേഴ്സിനായിട്ട് എടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ കട്ടി കുറച്ച് കൊണ്ടുവരിക. ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് കുറച്ച് വൈറ്റ് കളറൂടെ ഒത്തിരി കൊടുക്കാം. നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബഡ്സ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മേഘങ്ങൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് കൊണ്ട് ഒരു പിങ്ക് കളർ നമുക്ക് ആ നെക്കിൽ കൊടുക്കാം. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.